അമേരിക്കയുമായുള്ള താരിഫ് വിവാദം പാർലമെന്റിൽ ഉയർത്താൻ പ്രതിപക്ഷം. ലോക്സഭയിൽ കോൺഗ്രസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ട്രംപിന്റെ താരിഫ് ഭീഷണി ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും അത് പരിഗണിച്ച അടിയന്തര പ്രമേയ ചർച്ചയ്ക്കുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. പക്ഷേ ഈ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നയതന്ത്ര നീക്കങ്ങൾ ഫലപ്രദമായി നരേന്ദ്രമോദി നടത്തുന്നു എന്ന അവകാശത്തിനിടയിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഈ താരിഫ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അത് സർക്കാരിനെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണോ പ്രതിപക്ഷം? തീർച്ചയായും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും ഈ വിഷയം അടിയന്തരമായി പാർലമെന്റിൽ ചർച്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ടാരിഫ് ഭീഷണി ഇന്ത്യക്ക് മേൽ അമേരിക്ക തുടരുകയാണ്. ഏറ്റവും ഒടുവിലാണ് ഇന്നലെ ട്രംപ് പ്രഖ്യാപിച്ചത് ഇന്ത്യക്ക് 25% ടാരിഫ് എന്നത്. ഓഗസ്റ്റ് 1 മുതൽ 25% ടാരിഫ് പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ പിഴയും ഈടാക്കും എന്നുകൂടി ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുകയാണ്. അപ്പോൾ അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി വേണം എന്ന് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും അത് ഇന്ത്യയെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ടാരിഫിന്റെ കാര്യത്തിൽ ഇന്ത്യയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ട്രംപ് അവകാശപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാനുമായി വലിയൊരു ഓയിൽ കരാറിലേക്ക് അമേരിക്ക നീങ്ങുന്നത്. ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ധനം ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടാകും എന്ന പ്രകോപനപരമായ ഒരു പ്രസ്താവന കൂടി ട്രംപ് നടത്തിയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു ടാരിഫ് വിവാദം വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. അത് അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ന് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിക്കാൻ ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുകയാണ്. ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായില്ല എങ്കിൽ, സ്പീക്കർ അനുമതി നൽകിയില്ല എങ്കിൽ വളരെ ശക്തമായ പ്രതിഷേധം ഇരു സഭകളിലും ഉയർത്തും. ഇതായിരിക്കും ഒരുപക്ഷെ ഇന്ന് പാർലമെന്റ് നടപടികളെ പ്രക്ഷുബ്ധമാക്കുക. താങ്ക് യു. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി ചുങ്കം കൂട്ടിയത് ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ പോവുകയാണ്. ഒരു ഭാഗത്ത് നമ്മൾക്ക് ഇറക്കുമതി ചുങ്കം ഇങ്ങനെ കൂട്ടി നമുക്ക് പണി തരികയാണ് ഡൊണാൾഡ് ട്രംപ്. മറുഭാഗത്ത് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പാകിസ്ഥാനുമായി നിർണായകമായ ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നു. പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങൾ വികസിപ്പിക്കാൻ അമേരിക്ക സഹായിക്കും. ഭാവിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽപ്പന നടത്തിയേക്കുമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് 25% ടാക്സ് അടിച്ചു തരിക. എന്നിട്ട് പാകിസ്ഥാനെടുത്ത് പോയിട്ട് അവിടെയുള്ള എണ്ണപ്പാടങ്ങൾ വികസിപ്പിക്കുന്ന കരാർ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയുക നമ്മൾ നമ്മുടെ ഫ്രണ്ടാണെന്ന് പറയുക. ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ തീർച്ചയാണ്. ഇന്ന് പ്രതിപക്ഷം ഈ കാര്യം അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ട്രംപ് ആരാ മോൻ?